വളരെ പ്രധാനപ്പെട്ട ഒരു പത്തായിരുന്നു പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ 10, മഗ്ഫിറത്തിന്റെ 10. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസക്തമായ ദിനരാത്രങ്ങളായിരുന്നു, സമയങ്ങളായിരുന്നു. ആ ദിവസങ്ങളും സമയങ്ങളുമെല്ലാം നമ്മളോട് വിട പറയുകയാണ്. ഇനി ഒരു വിശുദ്ധ റമദാനിലെ മഗ്ഫിറത്തിന്റെ 10 കടന്നു വരുമ്പോ അന്ന് ആ 10നെ സ്വീകരിക്കാനും അതിൽ നാഥനായ റബ്ബിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാനും നമ്മളെല്ലാവരും ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് നൽകിയ ഈ പരിശുദ്ധമായ ഈ മഹത്തായ സന്ദർഭങ്ങളും സമയങ്ങളുമെല്ലാം പരമാവധി നാഥനായ റബ്ബിലേക്ക് തിരിച്ച് ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തമൊന്ന് വിചാരണ ചെയ്യൽ നല്ലതാണ്. മഹാനായ സയ്യിദ് ഇബ്നു അസ്ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുമ്പോൾ ഒരു വീട്ടുകാരനോട് ചോദിച്ചു, എനിക്കല്പം വെള്ളം വേണം, തരുമോ? ആ വീട്ടുകാരനോട് വെള്ളം ആവശ്യപ്പെട്ടത് ഇങ്ങനെ വാങ്ങി കുടിക്കുകയാണ്. അതേ വഴി തന്നെ പിന്നീട് ഒരിക്കൽ മഹാനായ സഈദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ അങ്ങനെ അതാ പ്രസ്തുത വീട്ടുകാരൻ തന്റെ ആ വീടിന് ഇങ്ങനെ വിലപേശുന്നതാണ് കാണുന്നത്. വീട് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. ചോദിച്ചു, എന്തിനാണ് വീട് വിൽക്കുന്നത്? മഹാനായ സഈദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ വീട് വിൽക്കുന്നത്? അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. വാങ്ങ് കൊടുക്കുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. സഈദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു
ആ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വീട് വിൽക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇയാൾക്ക് 4000 ദിർഹം കൊടുക്കാനുണ്ട്, കടം വീട്ടാനുണ്ട്, വേറെ വഴിയില്ല. ഇയാൾക്ക് 4000 ദീനാർ തിരിച്ചു കൊടുക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു, വീട് വിൽക്കാൻ കാരണം അതാണെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ തന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് 4000 ദീനാറ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഈ വീട്ടുകാരനിക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ ഈ പണം എടുത്തോളൂ, ഈ പണസഞ്ചി നിങ്ങൾ എടുത്തോ. സുബ്ഹാനല്ലാഹ്. അതിൽ ബാക്കിയുള്ളത് വീട്ടുകാരൻ അയാളുടെ കടം കൊടുക്കുകയാണ്. നിങ്ങൾ ഈ വീട് വിൽക്കണ്ട, നിങ്ങൾക്കുള്ള പണമിതാ ഞാൻ തരാം, അയാളുടെ കടം വീട്ടിക്കോളൂ, ബാക്കിയുള്ള പണം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് മഹാനായ അബൂ സഈദ് ഇബ്നു അസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രതീക്ഷിക്കാതെ ഒരു കാര്യം ലഭിക്കുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ, നമ്മളൊരു ഉപകാരിയായി മാറിയാൽ, നമ്മുടെ ഖൽബ് നന്നായാൽ, എല്ലാവരെയും സഹായിക്കണമെന്ന ചിന്ത നമ്മളിൽ ഉണ്ടായാൽ, മനുഷ്യന്മാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിൻ്റെ പ്രത്യുപകാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മൻ സ്വനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിനൂ ഫഇൻ ലം തജിദൂ മാ തുകാഫിനൂ ഫദ്ഉ ലഹു. നിങ്ങളോട് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അയാളോട് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യുക. അത് ചെയ്യാൻ കഴിയുന്നില്ല, ഫഇൻ തജിദൂ മാ തുകാഫിഊനഹു, അതേ മൻ സ്വനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു, ഒരാൾ ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ അയാളോട് തിരിച്ച് അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യുക. ഫഇൻ ലം തജിദൂ മാ തുകാഫിഊനഹു ഫദ്ഉ ലഹു, അയാൾക്ക് അതേ പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ആവേണ്ടത്. മഹാനായ മസ്ഊദ് ബിൻ മുഹമ്മദ് അൽ ഹംദാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുക്കുന്ന ആളായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഖൽബ് നന്നാവാനും വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവാനും ഏറ്റവും നല്ലത് നമ്മൾ നന്നായി റബ്ബിലേക്ക് ഖൽബെടുത്ത് അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങലാണ്. റബ്ബിലേക്ക് പാപമോചനത്തെ തേടലാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാര് എത്രമാത്രം അവരുടെ ജീവിതങ്ങളെ നന്നാക്കി.
ഖൽബ് നന്നാകുന്ന വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മഹാനായ ഇമാം ഹാത്തിം റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വലിയ മഹാനാണ്. ഹാത്തിമുൽ അസം എന്നൊരു പേര് മഹാനവറുകൾക്കുണ്ട്. കേൾവി ശക്തി കുറവുള്ള ഹാത്തിം, ഹാത്തിമുൽ അസം. അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്താണ്? മഹാനായ ഇമാം ഹാത്തിം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സമീപത്തേക്ക് ഒരു സ്ത്രീ വന്നു. എന്തിനാണ് ആ സ്ത്രീ വന്നത്? ആ സ്ത്രീയിലുള്ള ഒരു സംശയം തീർക്കാനാണ്. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നത്. സ്വാഭാവികമായും ആ പെണ്ണിങ്ങനെ സംസാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിങ്ങനെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷയമിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയിൽ നിന്ന് അവിചാരിതമായി, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല, വളരെ അവിചാരിതമായി ആ സഹോദരിയിൽ നിന്ന് ഒരു കീഴുവായി പുറപ്പെടുകയാണ്. അല്ലാഹ്, ഒരിക്കലുണ്ടാകാൻ പാടില്ലാത്തൊരു വിഷയമാണ്. പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഉണ്ടാവാം, സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായാൽ വളരെ മോശമാണല്ലോ. ഒരിക്കലുണ്ടാവാൻ പാടില്ലാത്തൊരു ശബ്ദമാണത്. ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദം, ഒരു കീഴ്വായു. അപ്പൊ ആ ശബ്ദം ഇങ്ങനെ തന്റെ ശരീരത്തിൽ നിന്ന് അറിയാതെ പുറത്തുപോയി. പുറത്തുപോയപ്പോൾ ആ സ്ത്രീ വല്ലാതെ വിഷമത്തിലായി. റബ്ബേ, എന്റെ ശരീരത്തിൽ നിന്ന് പോയ ഒരു വായു, കീഴ്വായു, അത് എന്റെ ശരീരത്തിൽ നിന്ന് പോയല്ലോ. അത് മഹാനവറുകളുടെ മുന്നിൽ വെച്ചായല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മഹാനവറുകള് ഈ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ ആ ശബ്ദം കേട്ടു എന്ന് ആ പെണ്ണിനെ തിരിഞ്ഞാൽ ആ പെണ്ണ് ആകെ അസ്വസ്ഥമാകും. ആരുടെ മുമ്പിൽ നിന്നാണ് ഈ ശബ്ദം പുറപ്പെട്ടിരിക്കുന്നത്? അതേ സമയത്ത് ഞാൻ ചെവി കേൾക്കാത്ത ആളാണെന്ന് ഈ പെണ്ണിന് മനസ്സിലായാൽ ആ പെണ്ണ് മനസ്സിലാക്കുമല്ലോ, ആ സമാധാനമായി എന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട കീഴ്വായു അത് ഈ ഇമാം കേട്ടിട്ടില്ല. മഹാനായ ഇമാം ഹാത്തിം റളിയല്ലാഹു അൻഹു ആ ശബ്ദം കേട്ടിട്ടില്ല എന്ന് തിരിയുന്നതിന് വേണ്ടി ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം തിരിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നീ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്ന് ഉറക്കെ പറയണേ, എനിക്ക് ചെവി കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ മഹാനവറുകൾ അത് പറഞ്ഞപ്പോൾ പെണ്ണിന് വലിയ സമാധാനമായി. എന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട കീഴ്വായു അത് എല്ലാ സ്ഥലത്തു നിന്നും അത് പുറപ്പെടിക്കാനുള്ളതല്ലോ. സ്വകാര്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെടാം. ചിലർക്കത് വലിയൊരു രോഗമാണ്. അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിടാൻ പാടില്ല. എനിക്ക് ചില പരിമിതികളും ലിമിറ്റുകളും ഒക്കെ ഉണ്ടാകും.
എല്ലാ സ്ഥലത്തും അത് വിട്ടാൽ പ്രശ്നമാണ്. അല്ലാ മഹാന്മാരുടെ അടുക്കൽ നിന്ന് പ്രത്യേകിച്ച്, അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ചെന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്യുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതൊന്നും നല്ല പരിപാടിയല്ല. ചില ആളുകൾക്ക് ഇതൊരു രോഗമാണ്. അല്ലാഹു ആ രോഗം ശിഫയാക്കി തരട്ടെ. മഹാനവറുകള് ആ പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ടില്ല എന്നറിയാൻ വേണ്ടി പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ നീ എന്താ പറയുന്നത്? ഉറക്കെ പറയ്, ഒച്ചത്തിൽ പറയ്. അങ്ങനെ ആ പെണ്ണിന് മനസ്സിലായി മഹാനവറുകൾ അത് കേട്ടിട്ടില്ല. വലിയ സമാധാനമായി. അന്ന് മുതൽ ആ മഹാനവറുകളെ വിളിക്കുന്ന പേരാണ് ഹാത്തിമുൽ അസം, കേൾവി ശക്തി കുറവുള്ള ഹാത്തിം എന്നാണ്. പിന്നീട് അങ്ങനെ തന്നെ മഹാനവറുകൾ ജീവിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ശബ്ദം അതേ ഉറക്കെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ പോലെ മഹാനവറുകൾ ആ പെണ്ണിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മഹാനവറുകൾ പിന്നീട് ബധിരനായി ജീവിച്ചു. അതേ ചെവി കേൾക്കാത്ത ആളെ പോലെ ജീവിച്ചു. നല്ല ചെവി കേൾക്കുന്ന ആളായിരുന്നു. പക്ഷേ പിന്നീടുള്ള കാലം ആ ചെവിയതാ മഹാനവറുകള് ശബ്ദം കൂടുതൽ എനിക്ക് കേൾക്കൂല, ഉറക്കെ പറയണമെന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ പറയുമ്പോൾ ഒരു സ്ത്രീയുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തരുത്, മോശമാക്കരുത് എന്ന് മനസ്സിലാക്കി ആളുകളുടെ മുന്നില് ബധിരനായി തീരുകയാണ്. അതാണ് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൽബുകള് അല്ലാഹു നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് വകുപ്പുകളുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വർദ്ധിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖൽബ് നന്നാവാൻ ഏറ്റവും നല്ല വഴിയാണ് തസ്ബീഹുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ ചൊല്ലുക. ഖൽബ് നന്നാകാനുള്ള വഴിയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ മഹാനല്ലേ, പ്രവാചകനല്ലേ, അല്ലാഹു ലോകത്തിന്റെ അധികാരം കൈമാറിയ മഹാനല്ലേ. ലോകം മടക്കി വാണ 4 ആളുകളുണ്ട്. അതിൽ 2 ആളുകൾ മുഅ്മിനീങ്ങളാണ്, 2 ആളുകൾ മുഅ്മിനീങ്ങളല്ല. അല്ലാഹു അതൊക്കെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതാണ്. എന്നാൽ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ആരുമില്ല. ഒരു ലോകം അടക്കി ഭരിച്ചതാണ്, പൂർണ്ണമായി അടക്കി ഭരിച്ചു. മഹാനവറുകൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോതാ ഒരുപാട് പറവകള് മഹാനവറുകൾക്ക് തണലിട്ട് കൊടുക്കുന്നു. ഇഴജന്തുക്കള്, പാമ്പുകളും മറ്റും മഹാനവറുകളുടെ വലതുഭാഗത്തുകൂടെ ഇങ്ങനെ മഹാനവറുകൾക്ക് അതേ ഇടതും വലതുമായി അകമ്പടിയായി പോവുകയാണ്. വന്യമൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്.
എല്ലാ ജീവിജാലങ്ങളും മഹാനവറുകളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അവരുടെ യാത്ര ഇങ്ങനെ ബനു ഇസ്രായേലിലെ ഒരു വലിയ ആബിദിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. അപ്പൊ മഹാനായ ആ ആബിദായ മനുഷ്യൻ പറഞ്ഞു, അല്ലയോ സുലൈമാൻ നബിയേ, യാ ഇബ്ന ദാവൂദ്, ഓ ദാവൂദിന്റെ മകനായ ഓ പ്രിയപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ അധികാരമാണ് തന്നിരിക്കുന്നത്. ലഖദ് അത്താനല്ലാഹു മുൽക്കൻ അളീമാ, ഈ അധികാരങ്ങളാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലയോ യബ്ന ആദം, ആദമിന്റെ സന്തതിയായ ഓ മനുഷ്യ, എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അധികാരങ്ങളെക്കാളും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏടിലുള്ള ഒരു തസ്ബീഹ് അല്ലാഹു അവനിക്ക് നാളെ ആഖിറത്തിൽ വെച്ച് അവനിക്ക് ഏട് കൊടുക്കുമല്ലോ. വലത് കൈയിൽ കിതാബ് കൊടുക്കുന്നവരുണ്ട്, ഇടത് കൈയിൽ കിതാബ് കൊടുക്കുന്നവരുണ്ട്. ആ ഏടിലുള്ള ഒരു തസ്ബീഹ്, ഒറ്റ തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, ലിതസ്ബീഹത്തിൻ ഫീ സ്വഹീഫത്തിൻ മുഅ്മിനിൻ, അതേ ആ മുഅ്മിനായ മനുഷ്യനിക്ക് നാളെ കൊടുക്കുന്ന ഏടുകളില് ഉള്ള ഒറ്റ തസ്ബീഹ്, ആ ഒറ്റ തസ്ബീഹ് ഈ സുലൈദേ എനിക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ അധികാരങ്ങളും ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. കാരണം എന്താണെന്നറിയുമോ? ദാവൂദിന്റെ മകനായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. പക്ഷേ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് ചൊല്ലി, സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. ഈ തസ്ബീഹ് ഈ ലോകത്തെ എല്ലാ അധികാരങ്ങളും ലഭിക്കുന്നതിനേക്കാളും പുണ്യമാണ്, മഹത്വമുള്ളതാണ്. കാരണം ഈ അധികാരങ്ങളെല്ലാം നശിക്കുന്നതാണ്. എന്നാലോ അതെ, ഒരിക്കലും നശിക്കാത്തതാണ് തസ്ബീഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കാര്യങ്ങളിൽ നല്ലത് ധാരാളം ചെയ്താൽ അതെല്ലാം നമ്മുടെ വിഷയങ്ങൾക്ക് നല്ലതാണ്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നന്മയാർന്ന കാര്യങ്ങൾ ധാരാളമായി ചെയ്യാനുള്ള എല്ലാ തൗഫീഖുകളും അല്ലാഹു നമുക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു, നേരത്തെ ഞാൻ പറഞ്ഞ മഹാനവറുകളോട് ഒരാള്
അവിടുത്തെ നിസ്കാരത്തെ കുറിച്ച് അന്വേഷിച്ചു. സുഇല അൻ സ്വലാത്തിഹി, നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? നിസ്കാരത്തിൽ ഇങ്ങനെ നല്ല ഭയഭക്തിയും നല്ല ഖുശൂഉം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? എന്താണ് അതിനൊരു വഴി? മഹാനവറുകൾ പറഞ്ഞു, നിസ്കാരത്തിന് സമയമായാൽ ഞാൻ പൂർണ്ണമായി വുളു എടുത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തും. നിസ്കരിക്കേണ്ട സമയമായാൽ പൂർണ്ണമായൊരു വുളു എടുക്കും. നല്ലൊരു വുളു, അങ്ങനെയുണ്ട്. നല്ല വൃത്തിയിൽ വുളു എടുക്കുന്നവരുണ്ട്. ഒരേ മാമൂലായി ഒരു ഏർപ്പാടായി അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചു വരുന്നവരുണ്ട്. ചിലര് നല്ല വുളു എടുക്കും. വുളു എടുക്കുമ്പോ വളരെ ശ്രദ്ധിച്ചു നല്ല വുളു എടുക്കണം. ആ വുളു എടുക്കുന്ന സമയത്ത് മുഖമൊക്കെ നന്നായി കഴുകണം, കൈയൊക്കെ നന്നായി കഴുകണം, അതുപോലെ കാല് നന്നായി കഴുകണം. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും കൃത്യമായി വെള്ളമെത്തി എന്ന് ഉറപ്പ് വരുന്ന രൂപത്തില് നല്ല വൃത്തിയുള്ള വുളു എടുക്കണം. വസ്വാസ് വേണ്ട, വസ്വാസ് വേണ്ട. എന്താണ് വസ്വാസ്? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും, എന്നിട്ട് അതിനെ കളയും. അല്ലെങ്കിൽ എത്ര മുഖം കഴുകിയാലും ശരിയാവാത്ത ചില ആളുകളുണ്ട്. അങ്ങനെ വസ്വാസ് കാണിക്കണ്ട. നല്ല പെട്ടെന്ന് അങ്ങോട്ട് ഒലെടുത്താൽ മതി. ഒറ്റത്തവണ തന്നെ കയ്യിലേക്ക് വെള്ളം എടുത്തിട്ട് ഒലു വന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞ് മുഖം അങ്ങ് കഴുകിയാൽ തന്നെ ഒലുവായി. ആ ഒലുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയ്യത്തായി. അത് അവിടെ ഒരു സംശയം ഇങ്ങനെ വെറുതെ ശൈത്വാൻ ഉണ്ടാക്കുകയാണ്. വേണ്ടേ വേണ്ട, അല്ലാ അല്ലാ, അത് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ വസ്വാസ് കൊണ്ട് ഇടങ്ങേറാകുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ആ രോഗം പൂർണ്ണമായി നീ ശിഫയാക്കണേ അല്ലാ. അത് വലിയ രോഗാണ്. പണ്ട് നമ്മൾ ദർസ് പഠിക്കുമ്പോണ്ടായ അയാള് എന്റെ കരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അയാളിങ്ങനെ ഒലുവെടുക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അയാളിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം എടുത്തില്ല, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച കയ്യിൽ വെള്ളം കിട്ടും. ഒരിക്കലും ഇങ്ങനെ പിടിച്ച കയ്യിൽ വെള്ളം കിട്ടൂല. അപ്പൊ ഇങ്ങനെ എടുക്കുക. ഒലു വന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു ഇങ്ങനെ കൈയെടുത്ത് മുഖത്തേക്ക് കേൾക്കും. ഒലു വന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു ഇങ്ങനെ വരും. അങ്ങനെയുള്ള ഒരു വസ്വാസുകാരനുണ്ടായിരുന്നു. എപ്പോ നോക്കിയാലും എപ്പോഴാണ് ഇയാൾ എപ്പോഴാണ് നിസ്കാരത്തിനെത്ത 4:30, 3:30 മണി, 4 മണിക്ക് ഇയാൾ പള്ളിക്കെത്തും. എന്നിട്ട് അവസാന ഇമാമ് കൈകെട്ടുന്ന സമയത്ത് ഒന്നാമത്തെ റക്അത്തിൽ കൈകെട്ടിയിട്ട് അതേ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് ഇങ്ങനെ റുക്കൂയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാക്കി ഇയാൾ ഒലു എടുത്ത് കഴിഞ്ഞിട്ട് വരിക. 1 മണിക്കൂറോളം ഇങ്ങനെ ഒലു തന്നെ ഒലു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, ഞാൻ വീട്ടുന്നു, ഞാൻ വീട്ടുന്നു. എന്തായത്? കൈ ഇങ്ങനെ പിടിച്ചാൽ വെള്ളം കിട്ടും. അവസാന പരിഹാരം വേണമല്ലോ. അപ്പൊ നമ്മൾ ഉസ്താദിനോട് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, എത്ര കാലായി 1 മണിക്കൂറൊക്കെ ഒലു എടുക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു നല്ലൊരു പരിപാടി ഉണ്ട്. ഉസ്താദ് തമാശ പറഞ്ഞതാണ്, ചെയ്യാൻ പറഞ്ഞതൊന്നുമല്ല. ഉസ്താദ് പറഞ്ഞ അങ്ങനെയുള്ള അയാളെ പിടിച്ചിട്ട് വെള്ളത്തിലിട്ടാ മതി. ഹൗദിലിട്ടാൽ അപ്പൊ അയാളെ എല്ലാ വസ്വാസ് നിൽക്കുന്ന. ഉസ്താദ് ഒരു തമാശ പറഞ്ഞതാണ്. നമ്മളോട് ചോദിച്ചതിന് മറുപടി പറയണല്ലോ. നമ്മളിത് കാര്യമാണെന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അയാൾ വന്ന് ഹൗദിൽ നിന്ന് ഇങ്ങനെ ഒലു എടുക്കുകയാണ്. ഒലു എടുക്കുന്ന സമയത്ത് അയാളെ പിടിച്ചിട്ട് നമ്മളെന്താക്കി, വെള്ളത്തിലേക്കിട്ട്, ഹൗദിലേക്കിട്ട്. അങ്ങനെ ഈ ഹൗദിൽ നിന്ന് ഇയാള് വെള്ളം ഇങ്ങനെ കുടിച്ച് അതൊക്കെ പറഞ്ഞ് വിളിച്ച് വല്ലാതെ പ്രശ്നമായി. അയാൾ ആകപ്പാട് കുറെ വെള്ളം കുടിച്ച് ആകെ ബേജാറായി. അവസാനം അവരെ വെള്ളത്തിന് അയാളെ ഹൗദിൽ നിന്ന് എടുത്തിട്ട് അയാളെ പുറത്തെടുത്ത്
അങ്ങനെ അയാൾ പറയാണ് ഇനിയില്ല, ഇനി ഞാൻ വസ്വാസ് കാണിക്കില്ല. അങ്ങനെ അയാൾ വസ്വാസം മാറി. അങ്ങനെ ഒരു വസ്വാസം മാറി. അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ കിട്ടേണ്ടതുപോലെ കിട്ടിയാൽ എല്ലാവരും വസ്വാസും മാറും. ഈ വസ്വാസ് കാണിക്കുന്ന ആൾക്ക് നല്ല അടി ഇങ്ങനെ കൊടുക്കണം. ഞാനിപ്പോ ഒരു ചൂരൽ വടി വാങ്ങിയിട്ടുണ്ട്. ഈ വസ്വാസ് കാണിക്കുന്ന ആൾക്ക് നല്ല അടി അങ്ങോട്ട് കൊടുത്താൽ എല്ലാ വസ്വാസ് നിൽക്കും. എന്നാ ചില ആളെ അത്തഹിയ്യാത്ത് അങ്ങോട്ട് പോകും. അത്തഹിയ്യാത്തുൽ എന്തായത്, എന്താണ് അത്തഹിയ്യാത്ത് പറയുന്നത്? എന്താ ഉള്ളത്? അത്തഹിയ്യാത്തുൽ മുബാറക്. ഇത് ചില ആൾക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവൂലാന്ന്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു, അത്തഹിയ്യ. അങ്ങനെ കളിക്കുന്ന കുറെ ആളുണ്ട്. വസ്വാസുൽ ഖന്നാസ് ഒരിക്കലും പാടില്ല, വെറുതെ അല്ല. സൂറത്തുൻ നാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൊട്ട് കാവലിനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ ചില ആളുകൾക്ക് വിശ്വാസം എന്താണ്? നിസ്കാരത്തിലെ നിയ്യത്തിലാണ്. അതിങ്ങനെ അല്ലാഹ് അല്ലാഹ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായിന്ന് വരാം. ഇതിങ്ങനെ ഒരു പതിവാക്ക്. അല്ലാഹ് കഴിഞ്ഞു, ശരിയായില്ല. അല്ലാഹ് കഴിഞ്ഞ് ശരിയായിട്ടില്ല. പിന്നെ കൈ അളക്കുക. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇങ്ങനെ കുറെ ആള് വസ്വാസ് ഖന്നാസ് അങ്ങനെയുണ്ട്. ചില ആളതെന്താന്ന് വെച്ചാൽ ഈ പിന്നെ നീയത്ത് വെക്കുന്ന സമയത്ത് ആ നീയത്ത് പറഞ്ഞാൽ മാത്രം പോരല്ല, കൽബിലേക്ക് കൊണ്ടുവരണം. തക്ബീറിന്റെ അഥവാ ഒരാള് തക്ബീർ ചെല്ലുന്ന സമയത്ത് അയാളുടെ കൽബിലേക്ക് ഇങ്ങനെ വരണം. നീയത്തും തക്ബീറത്തുൽ ഇഹ്റാമും ഒന്നിച്ചാകണമെന്നാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഈ നിസ്കാരത്തിന്റെ ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ ഇപ്പൊ എത്ര നിർബന്ധമായ നീയത്ത് ഇത്രയേ വേണ്ടൂ. ളുഹർ എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു, സുബഹി എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു, മഗ്രിബ് എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു. ഇമാമോട് കൂടെയാണെങ്കിൽ ഇമാമിന് ഞാൻ ഇമാമാണ് എന്ന് പറയൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. ഇമാമിന് ഞാൻ ഇമാമാണെന്ന് പറയൽ നിർബന്ധമുള്ളൊരു നിസ്കാരമുണ്ട്. അതേതാണ്? ആരെങ്കിലും പറയോ? ഒന്ന് പറയേ. ഇമാമിന് ഞാൻ ഇമാമാണ് എന്ന് കരുതൽ നിർബന്ധമുള്ളൊരു നിസ്കാരമുണ്ട്. അതേത് നിസ്കാരമാണ്? എല്ലാ നിസ്കാരങ്ങളിലും ഇമാമിന് ഞാൻ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമില്ല, പക്ഷേ സുന്നത്താണ്. മഅ്മൂമിന് ഞാൻ മഅ്മൂമാണെന്ന് കരുതൽ നിർബന്ധാണ്. മഅ്മൂമായി നിസ്കരിക്കുന്ന ഒരാള് ഞാൻ മഅ്മൂമാണ് എന്ന് കരുതിയില്ല എങ്കിൽ ആ ജമാഅത്ത് ബാത്തിലാണ്, ആ നിസ്കാരം ശരിയാവുകയില്ല. മറുപടി വന്നോ, ജുമുഅ നിസ്കാരമാണ്. വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅ നിസ്കാരം, ആ ജുമുഅ നിസ്കാരത്തിൽ ഞാൻ ഇമാമാണെന്ന് ഇമാമിന് കരുതൽ നിർബന്ധമാണ്. ഇമാമിന് ഇമാമാണെന്ന് ജുമുഅ നിസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഒരു നിസ്കാരങ്ങളിലും ഞാൻ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമില്ല. ഒരാളുടെ നിയ്യത്ത് ഇത്ര മാത്രം മതി. ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, അസ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. പിന്നെന്താണ്? പിന്നെ ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് എന്ന് പറയൽ സുന്നത്താണ്. പിന്നെയോ 4 റക്അത്ത് നിസ്കാരം ഖിബിലയിലേക്ക് തിരിഞ്ഞ്, അങ്ങനെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് എന്ന് പറയലും സുന്നത്താണ്. പിന്നെയോ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറയലും സുന്നത്താണ്. ഇപ്പൊ നിർബന്ധം എത്രയേ ഉള്ളൂ?
ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, അസ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, മഗ്രിബ് എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. മഅ്മൂമാണെങ്കിൽ ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു, ജമാഅത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു, മഅ്മൂമായി ഞാൻ നിസ്കരിക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് പറയാവുന്നതാണ്. മഅ്മൂമിങ്ങൾ അങ്ങനെ നിർബന്ധമായി പറയണം. പറഞ്ഞില്ലെങ്കിൽ അയാളെ ജമാഅത്ത് നിസ്കാരം ബാത്തിലാണ്. ഞാൻ മഅ്മൂമാണെന്ന് കരുതൽ നിർബന്ധമാണ്. ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നുവെങ്കിൽ അങ്ങനെ കരുതാം, അല്ലെങ്കിൽ ഞാൻ ഇമാമിനോടുകൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതാം, അല്ലെങ്കിൽ ഞാൻ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്ന് കരുതാം. ഈ മൂന്നാലൊരു രൂപത്തില് കരുതണം, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം ശരിയാവുകയില്ല. പറയട്ടെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വസ്വാസ് നല്ലതല്ല. വസ്വാസിനെ തൊട്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസുൽ ഖന്നാസിനെ തൊട്ട് റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. അങ്ങനെ കാവല് ചോദിക്കണേ, കാവല് ചോദിക്കണേ, കാവല് ചോദിക്കണേ. ഇതൊരു വലിയ വിഷയമാണ് ഈ വസ്വാസ് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും വസ്വാസില്ലാതെ ജീവിക്കണം. അത് ഏതിലാണെങ്കിലും വുളൂഎടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വസ്വാസ് വേണ്ടേ വേണ്ട. നല്ലൊരു വുളൂഎടുത്താ മതി. ശൈത്വാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഉപദ്രവമാണ് ഈ വസ്വാസ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? മഹാനവരുകൾ പറഞ്ഞു, ഞാൻ നന്നായി ഒരു വുളൂ എടുത്ത് വരും. എന്നിട്ട് അവിടെ എത്തിയാൽ വുളൂവിന് ശേഷമുള്ള ഒരു ദുആയുണ്ട്. അത് ആരും ഇപ്പോൾ അങ്ങനെ നിർവഹിക്കുന്നത് കാണുന്നില്ല. എന്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ ഉപ്പയൊക്കെ ആ ദുആ ഇങ്ങനെ വുളൂഎടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ നമുക്കാർക്കും ആ ദുആ ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ആ ദുആഇന്റെ പ്രതിഫലം വലിയ പ്രതിഫലമാണ്. ആർക്കും കൊടുക്കാത്ത ഒരു പ്രതിഫലമാണത്. മറ്റേ അമലുകളൊക്കെ ആളുകൾക്ക് അള്ളാഹു ചിലപ്പോൾ കൊടുത്തുന്ന് വരും. പക്ഷേ ഈ അമലിന്റെ പ്രതിഫലം അള്ളാഹു ഒരാൾക്കും കൊടുക്കുകയില്ല. അത്രമാത്രം വലിയ പ്രത്യേകതകളുള്ള ഒരു അമലാണത്. അതുകൊണ്ട് വുളൂഇന് ശേഷം ഉള്ള ദുആ ആരും നഷ്ടപ്പെടുത്തണ്ട. എല്ലാവരും ആ ദുആ ചെയ്യണം. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, ഞാനങ്ങനെ നിസ്കരിക്കുന്ന സ്ഥലത്ത് എത്തിയാൽ എന്റെ ശരീരമൊക്കെ ശാന്തമാകുന്നത് വരെ ഞാൻ കാത്തു നിൽക്കും. പെട്ടെന്ന് വുളൂഎടുത്ത് വരുമ്പോ ഉണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ കൈകെട്ടലല്ല. അതിനൊന്ന് എന്റെ മനസ്സിനെ സമാധാനിപ്പിക്കും, അതിനൊന്ന് ശാന്തിയാകും. അങ്ങനെ എന്നിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ എന്റെ മുന്നിലേക്ക് കഅബാലയം വരും. സുബ്ഹാനല്ലാഹ്, കഅബാലയം എന്റെ മുന്നിലേക്ക് വരും. തീരെ കഅബാലയം കാണാത്തവർക്കും കഅബാലയം മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതായി വിചാരിക്കാലോ. ആദ്യമായി കഅബ കണ്ടുവന്ന സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക്. നിസ്കരിക്കുമ്പോൾ ഞാൻ കഅബന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇങ്ങനെ തോന്നും. പക്ഷേ പിന്നീട് അതിങ്ങനെ നശിച്ചു പോകലാണ്. ഏതായിരുന്നാലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ വലിയ ഉപകാരമാണ്. കഅബന്റെ മുമ്പിൽ എന്റെ രണ്ട് കണ്ണിന്റെ പുരികങ്ങൾക്കിടയിൽ അതെ കഅബയുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കും. സുബ്ഹാനല്ലാഹ്.
ഞാനിങ്ങനെ അങ്ങനെ തോന്നും. എന്നിട്ടോ സ്വർഗം എന്റെ വലത് ഭാഗത്താണെന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കും. എന്റെ വലത് ഭാഗത്ത് സ്വർഗമുണ്ട്, എന്റെ ഇടത് ഭാഗത്ത് നരകമുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ സങ്കല്പിക്കും. മനസ്സുകൊണ്ട് ഇപ്പൊ കരുതാൻ വലിയ പൈസന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, കോടികളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചെലവില്ലാത്തൊരു പരിപാടിയാണ്. ഖൽബ് കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാം, മോശമായ കാര്യങ്ങൾ ചിന്തിച്ചുകൂടാ. ഖൽബ് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വലത് ഭാഗത്ത് സ്വർഗമുണ്ട്, എന്റെ ഇടത് ഭാഗത്ത് നരകമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കരുതും. അപ്പോൾ ഞാനിങ്ങനെ കരുതും, ഞാനിപ്പോൾ കാലെടുത്ത് വച്ചിട്ടുള്ളത് നരകത്തിന്റെ മീതെയുള്ള പാലത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ മുകളിൽ ഒരു പാലമുണ്ട്. ആ പാലം കടന്നാൽ സ്വർഗത്തിലേക്കാണ് എത്തിച്ചേരുക. ആ പാലത്തിൽ നിന്ന് വീണാലോ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ആ പാലത്തിന്റെ മുകളിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് ഞാനിങ്ങനെ കരുതും. എന്നിട്ടോ എന്റെ സമീപത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഉണ്ടെന്ന് ഞാൻ കരുതും. ഇപ്പോൾ എന്റെ റൂഹിനെ പിടിക്കാൻ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതും. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഞാൻ ഒരു ധാരണ കൂടി കൊണ്ടുവരും, എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണിത്. എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ്. തറാവീഹ് നിസ്കരിക്കുമ്പോ മനസ്സുകൊണ്ട് കരുതണം, അല്ലാഹ് ഇത് എന്റെ അവസാനത്തെ റമളാനായിരിക്കുമോ? അടുത്ത റമളാനിൽ തറാവീഹ് നിസ്കരിക്കാൻ ഈ അബ്ദുൽ ലത്തീഫ് ഉണ്ടാകുമോ എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തൊരു നിസ്കാരമാണല്ലേ മഹാന്മാരുടെ നിസ്കാരം. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു അങ്ങനെ നിസ്കരിക്കുകയാണ്. ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ കരുതും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയഭക്തിയോടുകൂടെ പ്രതീക്ഷയുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങും. ഉറച്ച വിശ്വാസത്തോടെ ഞാൻ തക്ബീർ കെട്ടും, അല്ലാഹു അക്ബർ. നമ്മളിങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹു ലിമൻ ഹമിദ, ഇങ്ങനെ ഒരു കഥ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു നിസ്കാരാണ്. ആ തക്ബീറുകൾക്ക് ഗാംഭീര്യമില്ല. ആ സമയത്ത് എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് നമ്മൾ കരുതുന്നില്ല. ഉപ്പ കാണുമോ, ഉമ്മ കാണുമോ, വീട്ടുകാരെന്ത് പറയും, എന്റെ അടുത്ത ആളുകൾ എന്ത് പറയും, ഭർത്താവ് എന്ത് വിചാരിക്കും, ഭാര്യ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കേണ്ടതല്ലോ നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. മറിച്ച് എന്റെ റബ്ബിന്റെ പൂർണ്ണമായ ഉറച്ച വിശ്വാസം, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. എന്നിട്ട് നല്ല വിനയത്തോടുകൂടെ കൈ ഇങ്ങനെ കെട്ടും. മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹു അക്ബർ.
നല്ല വിനയത്തോടുകൂടെ കൈകൾ കെട്ടും. ആളുകളുടെ മുന്നിൽ കാണിക്കാനുള്ള ഹുങ്കോടുകൂടെയല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വലിയ ആളാവാനല്ല, മറിച്ച് എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് അല്ലാഹു അക്ബർ. അങ്ങനെ വളരെ വിനയത്തോടുകൂടെ ഞാനിങ്ങനെ കൈകളെ കെട്ടും. വളരെ ഭക്തിയോടുകൂടെ റുക്കൂ ചെയ്യും, സുജൂദ് ചെയ്യും. എല്ലാ കർമ്മങ്ങളിലും ഞാൻ ഇഖ്ലാസ് കൈവെടിയാറില്ല. അങ്ങനെ ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ കൽബിൽ ഒരു ചിന്ത ഇങ്ങനെ വരും, എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? മഹാനവറുകളുടെ ആദിയാണ്, എന്റെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുമോ? നമ്മളൊക്കെ എവിടെ, അവരൊക്കെ എവിടെ? സുബ്ഹാനല്ലാഹ്. സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നന്നായി സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നിലക്ക് ഈമാനോടുകൂടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അല്ല, ഇഖ്ലാസോടുകൂടെയുള്ള നിസ്കാരം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു മാമൂലായിട്ട് ഇങ്ങനെ കാണേണ്ടതല്ല. നിസ്കാരത്തിലേക്ക് കടന്നാൽ ചിലപ്പോൾ ചില ചിന്തകളൊക്കെ വന്നു എന്ന് വരാം. ആ ചിന്ത പൂർണ്ണമാക്കരുത്. ചില ആളുകൾക്ക് നിസ്കരിക്കുമ്പോഴാണ് കണക്കൊക്കെ ഓർമ്മ വരിക, കിട്ടാനുള്ള കടമൊക്കെ ഓർമ്മ വരിക നിസ്കരിക്കുമ്പോഴാണ്. ഒരാള് കച്ചവടം നടത്തുന്ന ഒരാള്, അപ്പൊ അയാളടുത്ത് ഒരാള് വന്ന്, നിങ്ങൾക്ക് ഞാൻ എത്രയാ പൈസ തരാണ്ടല്ലോ, എത്രയാ? അപ്പോൾ എനിക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ 2:30 നിസ്കരിച്ച് വരാം, എന്നിട്ട് പറയാന്ന്. അങ്ങനെ ഇയാള് നിസ്കാരത്തിൽ കിടന്നു അയാൾ കണക്കണിങ്ങനെ വരികയാണ്, പണ്ട് വാങ്ങിയതും അങ്ങനെ നിസ്കാരത്തിന് കണക്ക് കൂട്ടുകയാണ്. എത്രയാ? നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇയാൾ പറഞ്ഞ് എനിക്ക് ഇത്ര ക്യാഷ് കിട്ടാനുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ഈ നിസ്കാരത്തിലാണ് ചിലര് ശൈത്വാൻ ഇങ്ങനെ വരും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ചിന്തകൾ മാറിപ്പോകാതെ ഇങ്ങനെ നിസ്കരിക്കണം, അതൊരു റാഹത്താണ്. ഞാൻ എന്താ ചെയ്യാറുള്ളത്? നിസ്കാരത്തിൽ ചിന്ത പോകാതിരിക്കാനുള്ളൊരു വഴിയാണ് ചൊല്ലുന്നതിലേക്ക് ശ്രദ്ധിക്കണേ. അത്തഹിയ്യാത്തോതുമ്പോ അത്തഹിയ്യാത്തിലേക്ക് ശ്രദ്ധിക്കാം, അതിങ്ങനെ ശ്രദ്ധിക്കാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് പറയുമ്പോ അതിലേക്ക് ശ്രദ്ധിക്കാം. അത്തഹിയ്യാത്തോതുമ്പോ അത്തഹിയ്യാത്തിലേക്ക് ശ്രദ്ധിക്കാം. ഫാത്തിഹ ഓതുമ്പോ ഫാത്തിഹ ഇങ്ങനെ ശ്രദ്ധിക്കാം. അതിങ്ങനെ ശ്രദ്ധിച്ചാൽ എനിക്ക് പിന്നെ ചെറിയൊരു ശബ്ദത്തിൽ ഓതിയാലേ റാഹത്താവും. അങ്ങനെ ചില സ്ത്രീകളുണ്ട്, വീട്ടിന്റെ അകത്തളങ്ങളിലാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്. ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല. ഒരു സ്ത്രീയും നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള ഒരാള് ഒരു വോയിസിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഉസ്താദേ ഞാനിങ്ങനെ നിസ്കരിക്കാൻ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോകും. അവരും മദനീയം കേൾക്കുന്നവർ കേൾക്കുകയാണ്. അവരോടൊക്കെ പറയട്ടെ, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ കൂലി അള്ളാന്റെ റസൂല് പറഞ്ഞ് നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി. ആ പള്ളിക്ക് പോയി നിസ്കരിക്കുന്നതിനേക്കാളും കൂലി അള്ളാഹു നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ തരും. ഇത് ഉറപ്പാണ്. അതാരാ പറഞ്ഞത്? കളവ് പറയാത്ത നാവുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൈകെട്ടിയാൽ
അവിടെ ഓതുന്ന ഫാത്തിഹയിൽ ശ്രദ്ധിക്കുക, ഓതുന്ന സൂറത്തിൽ ശ്രദ്ധിക്കുക, തക്ബീറത്തുൽ ഇഹ്റാമിൽ ശ്രദ്ധിക്കുക, അതേ തക്ബീറുകളിൽ ശ്രദ്ധിക്കുക, നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ ഒരു ചെറിയ അളവോളം നമുക്ക് നിസ്കാരത്തിൽ ഇഖ്ലാസ് കൊണ്ടുവരാൻ കഴിയും, ശൈത്വാനിന്റെ ശർറിൽ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങളെ നിസ്കാരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. അല്ലാഹ് 10 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇന്നിപ്പോ അത് വിശദീകരിക്കാനുള്ള സമയമില്ല. നമുക്കിന്ന് നമ്മുടെ പ്രാർത്ഥന 14 ദിവസത്തെ ദുആകളുടെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തിങ്കളാഴ്ച ദിവസം നമുക്ക് ചെയ്യാനുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. എല്ലാവരും 129 തവണ എണ്ണം പിടിക്കണം. യാ ലത്തീഫ് എന്ന ദിക്ർ ചൊല്ലണേ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ വർഷങ്ങളായി വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ അവരുടെ നിയ്യത്ത് വെച്ചതിന്റെ ഫലമായി അവരുടെ കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട് എന്ന സന്തോഷം അറിയിക്കാൻ തുടങ്ങിയ ആളുകളുണ്ട്. അൽഹംദുലില്ലാ 25 വർഷമായി ജയിലിൽ. അയാൾ ഇന്ന് മോചിപ്പിക്കപ്പെട്ട് പലരുടെയും പ്രവർത്തനങ്ങളുണ്ട്, എ പി ഉസ്താദിന്റെ ഇടപെടലുകളുണ്ട്. ഏതായിരുന്നാലും അവരുടെ കുടുംബം മദനിയത്തിൽ പങ്കെടുക്കുന്നവരാണ്. ഇന്ന് അദ്ദേഹം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇന്നലെയാണ്, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത്. അൽഹംദുലില്ലാ റമദാനിൽ ജയിൽ മോചിതരുടെ ലിസ്റ്റ് വന്നപ്പോൾ ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്ന് ആ കുടുംബം നമ്മളെ അറിയിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ. അങ്ങനെ അദ്ദേഹം ഇന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര തിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. എല്ലാവരുടെ വിഷയങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. റബ്ബിന്റെ അടുക്കൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആ റബ്ബിന്റെ തീരുമാനത്തിൽ നമുക്ക് ഖൈറായത് ലഭിക്കാനാണ്, മുറാദുകൾ ഹാസുലാകാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് 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 യാ ലത്തീഫ്
يا لطيف 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 أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أم أبو ما رأينا فيما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ارتكبت على الخطا غير عسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس عوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة الشفاعة هب لنا في القيامة مشفقا ولنا إضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إن شاء الله അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളതാണ്. അതേ, നല്ല മനസ്സോടുകൂടെ ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 116 തവണ നമുക്ക് ചൊല്ലാനുണ്ട്. മനസ്സിലെ മുറാദുകൾ കരുതിയിട്ട് അത് ചൊല്ലണേ മുഅ്മിനീങ്ങളെ. മഹാനായ മുസ്ലിം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇങ്ങനെ ഹജ്ജിന് പുറപ്പെടുമ്പോ എന്റെ അമ്മാവൻ മുസ്ലിം റളിയല്ലാഹു അൻഹു എന്റെ കയ്യിൽ 10,000 ദിർഹം ഏൽപ്പിച്ചു. ഞാനിങ്ങനെ ഹജ്ജിന് പോവുകയാണ്. എന്റെ കയ്യിൽ 10,000 ദിർഹം തന്നു. എന്നിട്ട് എന്റെ അമ്മാവനായ അതേ മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവോട് എന്നോട് പറഞ്ഞു, മോനെ, നീ മദീനയിലെത്തിയാൽ അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തിയിട്ട് ആ കുടുംബക്കാർക്ക് ഈ പണം നീ കൊടുക്കണേ. മദീനയിൽ കൊടുക്കണം, മദീനയിൽ കൊടുക്കണം. മദീനയില് നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ ഉണ്ട്. വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം. പറയട്ടെ മുഅ്മിനീങ്ങളെ, മദീനയിൽ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോൾ അവരുടെ അമ്മാവനായ മുസ്ലിം റളിയല്ലാഹു അൻഹു 10,000 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, മദീനയിലെത്തിയാൽ ഇതവിടെയുള്ള പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തി അവർക്ക് നിങ്ങൾ ഈ പണം കൈമാറണം. അങ്ങനെ ഞാന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. മദീനയിലെത്തി. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. ആരാണ് ഈ മദീനയിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബമുള്ളത്, സാധുക്കളായ കുടുംബമുള്ളത്? ഞാനങ്ങനെ പോയി. കിട്ടിയ വിവരമനുസരിച്ച് ഞാനൊരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ പോയി വീടിന്റെ വാതിൽക്കൽ മുട്ടിയിട്ട് അങ്ങനെ വാതിൽ തുറന്നു ഒരു സ്ത്രീ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഒരു സ്ത്രീ മാത്രമാ, ഒരു സ്ത്രീ ഉണ്ട് ആ വീട്ടിൽ. നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ നിന്ന് വരികയാണ്. ഒരു 10,000 ദിർഹമുണ്ട്, ഒരു 10,000 ദിർഹം എന്റെ കയ്യിലുണ്ട്. മദീനയിലെ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന് കൈമാറാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ മദീനയിൽ വന്ന് പലരോടും ഞാൻ ചോദിച്ചു, ആരാണ് 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 ആ പാവപ്പെട്ടവരെ? എല്ലാവരും പറഞ്ഞ വിവരമനുസരിച്ച് നിങ്ങളാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് സ്വീകരിക്കണേ. സുബ്ഹാനല്ലാഹ്. എന്നാല്
നിങ്ങളുടെ കൂട്ടുകാരൻ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കാനല്ലേ ഏൽപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്. നേരെ മുന്നിലുള്ള വീട്ടുകാരൻ അയാള് വളരെ പാവപ്പെട്ടവരാണ്, അവർക്ക് നിങ്ങൾ കൊടുക്കുക. എനിക്ക് ആവശ്യമില്ല, എന്നെക്കാളും പാവപ്പെട്ടവർ അവരാണ്, അവർക്ക് നിങ്ങൾ കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹം അവിടെ ചെന്നു, വാതിൽക്കൽ മുട്ടി. അപ്പോഴും ഒരു സ്ത്രീ വാതിൽ തുറന്നു. അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ നാട്ടിലുള്ള എൻ്റെ അയൽവാസികൾ എല്ലാവരും പാവപ്പെട്ടവരാണ്, ഞാന് മാത്രം അതിന് അർഹരായവരല്ല. എന്റെ കൂടെ എന്നെ പോലെ പാവപ്പെട്ടവരായ ഒരുപാട് ആളുകൾ ഈ മദീനയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന 10,000 ദിർഹം എനിക്ക് മാത്രം തരണ്ട, നിങ്ങൾ എല്ലാ പാവപ്പെട്ടവർക്കും വീതം വെച്ചോളൂ, എല്ലാവർക്കും ഓഹരി ചെയ്ത് എല്ലാവർക്കും കൊടുത്തോളൂ, അതാണ് ഏറ്റവും നല്ലത്. സുബ്ഹാനല്ലാഹ്. സീഫത്തു സഫ്വ എന്ന് പറയുന്ന വലിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ? പരസ്പരം സ്നേഹം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്, ആർദ്രത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അയൽവാസിക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു ഗുണം അയൽവാസിക്ക് കിട്ടുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കാൻ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതൊരു വിശ്വാസിക്കും യോജിച്ചതല്ല. ഒരിക്കലുണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ഗുണം കിട്ടട്ടെ. സുബ്ഹാനല്ലാഹ്. അതാണ് ഏറ്റവും നല്ല സ്വഭാവം. അതാണ് എല്ലാവർക്കും കിട്ടണം. ഞാനും എൻ്റെ മക്കളും മാത്രം നന്നായി ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ധാരണ, ആ ധാരണകളെല്ലാം നമ്മൾ മാറ്റണം. എന്നെപ്പോലെ മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ചിന്ത നമ്മൾ കരുതണം. എല്ലാവരും ഉഷാറാവട്ടെ എന്ന് കരുതണം. എല്ലാം എനിക്ക് മാത്രം കിട്ടിയാൽ മതി, വേറെ ആൾക്ക് ഒന്നും കിട്ടേണ്ടതില്ല, അയൽവാസിക്ക് കിട്ടേണ്ടതില്ല, കുടുംബക്കാരന് കിട്ടേണ്ടതില്ല എന്നുള്ള കുടുസായ മനസ്സ് നമ്മളിലുണ്ടായാൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. സ്വർഗം കിട്ടണമെങ്കിൽ വരെ കൽബ് നന്നാവണം. പിന്നെ എന്ത് കിട്ടണമെങ്കിലും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിലും ഇതിനെല്ലാം കൽബ് നന്നാകണം. അങ്ങനെ പറയാൻ കഴിയോ? പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. എനിക്ക് തന്നെ എല്ലാം കിട്ടിയാൽ മതി, അവർക്കൊന്നും കിട്ടണ്ട എന്ന ഒരു ചിന്താഗതിയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മോശക്കാർ. കള്ളുകുടിയന്മാരായ ആളുകളെക്കാളും മോശക്കാർ. അള്ളാഹു ഒരിക്കലും അവരെ പൊരുത്തപ്പെടൂല. കൽബ് നല്ലതല്ലാത്തവർ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ.